ഹായ് വിവോസ്, വെൽക്കം ബാക്ക് ടു PR ഡിസൈൻസ്. അപ്പം ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ കാണാൻ പോണത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ളൊരു കോട്ട് സെറ്റ് കളക്ഷനാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ റാണി പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട്, വേറെ ഒരു ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും വാച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് മെസ്സേജും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, അത്രയും സന്തോഷം തോന്നുന്നത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. റിപ്പീറ്റേഷൻ ആണെന്ന് വിചാരിക്കല്. അപ്പം നമ്മൾ ബോറടിപ്പിക്കാതെ കളക്ഷൻസിലേക്ക് പോയാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ 3 പീസ് സെറ്റ് വേറെ പ്ലെയിൻ വൈറ്റ് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് എൻക്വയറി ഉണ്ട്, ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട്. അതൊക്കെ വാങ്ങിയവർക്ക് അറിയാം അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. അതേപോലെ ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതൊരു കോട്ട് സെറ്റാണ്, ടോപ്പ് ബോട്ടം ആണ് വരുന്നത്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ആണ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് 2 പീസ് സെറ്റിൽ വരുന്ന ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ആസ് യൂഷ്വൽ. അതേപോലെ തന്നെ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടാലോ. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ വീഡിയോയിൽ കാണുന്ന അതേ സെയിം ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് വന്നിട്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു കോളർ പോലെയാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ വി പോലെ ആണ് വരുന്നത്. എന്നിട്ടാണ് അതിങ്ങനെ ബാക്ക് സൈഡിലൊരു കോളർ പോലെ വരുന്നത്. അപ്പം നമുക്ക് വി പോലെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു ക്ലോത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ടി, വിസിബിൾ ഒന്നും ആവാതെ നമുക്കൊരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. റാണി പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടൊരു വൈറ്റ് ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതാ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പടി പോലെ വന്നിട്ട് ബാക്ക് ഏരിയ വന്നിട്ട് എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് വന്നിട്ട് പോക്കറ്റ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പോക്കറ്റാണ് വരുന്നത്. കുർത്തീൻ്റെ ലെങ്ത് വന്നിട്ട് 47 ആണ് വരുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് 39 വരുന്നത് കേട്ടോ. നോർമലി വന്നിട്ട് കോട്ട് സെറ്റിന് ഇത്രയും ലെങ്ത് വരാറില്ല. ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. പാൻറ്റിൽ വന്നിട്ട് ഈ റാണി പിങ്ക് ഷെയ്ഡും വൈറ്റും കൂടെ ഇങ്ങനെ സ്ട്രിപ്പ് പോലെയാണ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ടൈറ്റ് പാൻ്റ് ഒന്നും അല്ല, ലൂസ് പാൻ്റാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് വന്നിട്ട് L സൈസാണ്. കോട്ടൺ ആണെങ്കിൽ തന്നെ നോർമലി കോട്ടൺ വന്നിട്ട് ഞാൻ XL ആണ് വെയർ ചെയ്യാറുള്ളത്. ഇതെനിക്ക് ലാർജ് വന്നിട്ട് കംഫർട്ടബിൾ ആണ്. അപ്പം നിങ്ങൾ സൈസ് ഒന്ന് നോക്കിയതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് കൂടെ വന്നിട്ടുണ്ട്, അതൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് അതുകൂടെ കണ്ടിട്ട് വന്നാലോ. നെക്സ്റ്റ് വൺ വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് കളറായ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. ഈ ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ ഈ ബാറ്റിക് പ്രിന്റും കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ സെയിം തന്നെയാണ്, പെക്യുലാരിറ്റി എല്ലാം ഇതേപോലെയാണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ പാൻറ്റിൽ വരുന്ന ഒരു പാച്ച് വർക്കാണ് ഇതിൻ്റെ കോളറിലും 3/4 സ്ലീവ്സിൻ്റെ എൻഡിലും ഇങ്ങനെ കൊടുത്തിരിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വിട്ടുപോയി. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ സെയിം തന്നെയാണ്. ആ ഒരു ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. രണ്ടും ഒരേപോലെ തന്നെയാണ്. അപ്പം നമുക്ക് ഈ 2 പീസ് സെറ്റും കൂടെ ഒന്ന് പെട്ടെന്ന് വെയർ ചെയ്തിട്ട് വന്നാലോ. അപ്പം നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്ക് കോട്ട് സെറ്റ് വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് കിട്ടുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ട് എനിക്ക് ബ്ലാക്കാണ് കൂടുതൽ സൂട്ട് ആവണമെന്ന്. അത് പേഴ്സണലി എനിക്ക് ബ്ലാക്കിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കാം. പക്ഷെ എൻ്റെ ക്യാമറമാൻ പറയുന്നത് 2 കളറ് എനിക്ക് സൂട്ട് ആവുന്നതെന്നാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇപ്പം നമ്മൾ കണ്ട എല്ലാത്തിൻ്റെയും സൈസ് വന്നിട്ട് M to XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 849 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. എൻ്റെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. പിന്നെ അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ.